ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് പ്ലം കേക്ക് ട്രഡീഷണൽ രീതിയിൽ നല്ല മയത്തോടെ രുചിയോടെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്നത്തേത്. കേക്കിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കാം. 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അഥവാ മൈദ, 2 കപ്പ് സോഫ്റ്റ് ബ്രൗൺ ഷുഗർ, ഏലക്ക, ജാതിക്ക, ഗ്രാമ്പൂ, ചുക്ക്, സിന്നമൺ പൗഡർ, 200 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ബട്ടർ, 3/4 കപ്പ് വൈറ്റ് ഷുഗർ കാരമലൈസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇതെല്ലാം അടുപ്പിച്ച് വെച്ച ശേഷം തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യമേ കേക്ക് ട്രേ റെഡിയാക്കാം. ഇതൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാം. അരിപ്പയിലേക്ക് 2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായി ഇടഞ്ഞെടുക്കാം. 2 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. ഇതിനി മാറ്റി വെച്ച് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു വലിയ ബൗളിലേക്ക് 200 ഗ്രാം ബട്ടർ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ബട്ടർ നല്ലതായിട്ട് പതഞ്ഞ് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരുമ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കണം. പഞ്ചസാരയും ബട്ടറും കൂടെ ചേർത്ത് നല്ലതായിട്ട് അടിച്ചെടുക്കണം. സൈഡിലുള്ളതൊക്കെ ഒന്ന് നടുക്കോട്ട് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ നല്ലതായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം. നാല് മുട്ടയും ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് അടിച്ചെടുക്കാം. ഓരോന്ന് ചേർക്കുന്നതോടൊപ്പം മൈദയുടെ 1 സ്പൂൺ ചേർത്ത് അടിച്ചാൽ പിരിഞ്ഞു വരാതിരിക്കും. മുട്ടയും നല്ലതായിട്ട് അടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. സ്പാച്ചുല ഉപയോഗിച്ച് സൈഡിലുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് ചേർക്കണം. ഇനി സ്പാച്ചുല വെച്ച് തന്നെ പൊടികളും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒന്ന് ചേർത്തെടുത്താൽ മതി. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നു. ഇടയ്ക്കിടെ പൊടിയും കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, സിന്നമൺ പൗഡർ, പൊടി ചേർത്ത് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡായിട്ട് ഇളക്കി ചേർക്കാം. ഇത് ഏലക്ക, ഗ്രാമ്പൂ, ജാതിക്ക, ചുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ചേർക്കുമ്പോഴാണ് പ്ലം കേക്കിന് ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഈ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിൽ നിന്ന് ഒരു 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താണ് ഞാനിപ്പോൾ ഇതിന് ചേർക്കുന്നത്. ബാക്കിയുള്ള പൊടിയും ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്. ഇനിയും കാരമലൈസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പം മാവ് കുറച്ചൊന്ന് ലൂസായി വരും.
ബാക്കിയുണ്ടായിരുന്ന സ്പൈസസിൻ്റെ പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. രണ്ട് ചെറുനാരങ്ങയുടെ തൊലി ചിരണ്ടി ചേർക്കാം. അകത്തെ വൈറ്റ് പാർട്ട് വീഴാതെ ശ്രദ്ധിക്കണം. മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, 1/8 ടീസ്പൂൺ. 1 ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസ് ചേർത്തിളക്കാം. ലാസ്റ്റിൽ ഒരു 1/2 കപ്പ് നട്ട്സ് ചോപ്പ് ചെയ്തിരുന്നു. ബദാമും കാഷ്യൂ നട്ട്സും ചോപ്പ് ചെയ്തിട്ട് കുറച്ച് പൊടി തൂകിയതാണ്. പൊടി അല്പം തൂകിയാൽ നട്ട്സ് താന്നു പോകാതിരിക്കും. ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് ട്രേയിലേക്ക് മാറ്റാം. 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ട്രേയും ഒരു ചെറിയ ട്രേയിലുമായിട്ടാണ് ഞാൻ ഇന്ന് ബേക്ക് ചെയ്യുന്നത്. ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം കുറച്ച് നട്ട്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഏകദേശം 80 to 90 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 80 മിനിറ്റ്സ് ആയപ്പോൾ ഞാനൊന്ന് നോക്കി, ഇതായിട്ടുണ്ട്. സുത്തേലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ലതായി തണുത്തതിന് ശേഷം ഒരു 1/2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു ബട്ടർ പേപ്പർ വെച്ച് അടച്ച് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ വെച്ച് 1-2 ദിവസം കഴിഞ്ഞ് ഒന്ന് തണുത്ത ശേഷം എടുക്കുമ്പോഴാണ് പ്ലം കേക്കിൻ്റെ രുചി കൂടുന്നത്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതൊന്നും അടിയിലോട്ട് സെറ്റിലാകാതെ എല്ലായിടത്തും ഈവനായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ കേക്കാണ് കേട്ടോ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. പ്ലം കേക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. നല്ലൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക്